ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുത്താലോ? നമ്മൾക്ക് നോമ്പിനൊക്കെ നല്ല ചൂട്ടിനൊക്കെ നല്ലതാണ്, എല്ലാവർക്കും കുടിക്കാൻ നല്ലതാണ്. ഇത് ശർക്കര പൊടിച്ച് വെച്ചതാണ്. ഇത് മൊറയൂർ ശർക്കരയാണ്. പിന്നെ ഇത് കുറച്ച് ഷിയാ സീഡ് വെള്ളത്തിലിട്ട് വെച്ചത്, അതുപോലെ ചെറുനാരങ്ങ, പുതിന, പെരിഞ്ചീരകം, തന്നെ കുറച്ച് ഏലക്കായ്. ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ശർക്കര മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചെടുക്കുക. ഇത് 2 ചെറുനാരങ്ങൻ്റെ നീരുണ്ട്, കുറച്ച് വലിയ ചെറുനാരങ്ങ. ഇത് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ് വെള്ളമുണ്ട്. അരച്ചെടുത്തത് 1 കപ്പുണ്ട്. 3 കപ്പ് വെള്ളമുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ. ഇതിൽ കിടന്നിട്ട് പെരിഞ്ചീരകമൊക്കെ ഒന്ന് വേവട്ടെ. എന്നിട്ട് നമുക്കിത് ഐസ് കട്ടയൊക്കെ ഇട്ടിട്ട് നമുക്ക് കുടിക്കാം. ഐസ് ക്യൂബൊക്കെ ഇട്ടാൽ നല്ല ഉണ്ടാവും. ഇത് കണ്ട, അത് തിളച്ച് വന്ന് ഈ പെരിഞ്ചീരകമൊക്കെ വെന്ത്, അതിൽ പെരിഞ്ചീരകം വെന്തിട്ടില്ലെങ്കിൽ ആ പെരിഞ്ചീരകത്തിൻ്റെ ചൊയ അവിടെ ഉണ്ടാവും. അപ്പോൾ ടേസ്റ്റൊക്കെ മാറിപ്പോകും. കുറച്ച് മധുരം കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് മൊറയൂർ ശർക്കരയാണ്. ഇനി ഇതൊന്ന് ഒരരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക. ഒരരിപ്പ വെച്ചിട്ടുണ്ട്, നമുക്കിത് അരിച്ചെടുക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അരിച്ച ജ്യൂസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് വരാം. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി വെക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഷിയാ സീഡ് ഇട്ട് കൊടുക്കാം. ഇതല്ലെങ്കിൽ മറ്റേ അതിലെ കസ്കസ് അതുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഉണ്ടോ? ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യും വേണം, ഷെയർ ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.